എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് ഒപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ ഏകദേശം കുറച്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വരിക. ഇത് നമ്മുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. പേജ് നമ്പർ 96 വരുന്ന അവസാനത്തെ ചോദ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ ഒരു അവസാനത്തെ മൂന്നാമത്തെ ചോദ്യമാണ്. അതിന് 3 പാർട്ടുകളുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 2, 3 ചെയ്യുന്നതായിരിക്കും. കൺസിഡർ ദ അരിത്തമെറ്റിക് സീക്വൻസ് 55, 45, 35 അല്ലേ. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് 55, 45, 35. ഈ അരിത്തമെറ്റിക് സീക്വൻസ് ഹൗ മെനി ടൈംസ് ഓഫ് ദിസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 175 ആസ് ദ സം. ഈ സീക്വൻസിൽ ഒന്നാമത്തെ ടേം മുതൽ എത്ര ടൈം വരെ ആഡ് ചെയ്യുമ്പം, എത്ര ടൈം വരെ കൂട്ടുമ്പോഴാണ് ഉത്തരം 175 എന്ന് കിട്ടുന്നത്. ഈ ഒരു സീക്വൻസിൽ ഒന്നാമത്തെ ടേമിൽ തുടങ്ങി എത്രാമത്തെ ടേം വരെ ആഡ് ചെയ്ത് വെച്ചാലാണ് 175 കിട്ടുന്നത്. എത്ര ടൈം ആഡ് ചെയ്താൽ 175 എന്ന് കിട്ടും. ഇപ്പം 55, 45, 35 ഇതിൽ എത്ര ടൈം ആഡ് ചെയ്താലാണ് 175 കിട്ടുന്നത്? എത്ര ടൈം ആഡ് ചെയ്താൽ 175 കിട്ടുമെന്ന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? n ടൈം. ഇപ്പോൾ 10 ടൈം ആഡ് ചെയ്യുമ്പോഴാണ് 175 കിട്ടുന്നതെങ്കിൽ S10 എന്ന് എഴുതാം. 20 ടൈം ആണെങ്കിൽ S20 എന്ന് എഴുതാം. എത്ര ടൈം ആണെന്ന് അറിയത്തില്ല. നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. n ടൈമുകൾ ആഡ് ചെയ്യുമ്പോൾ 175 കിട്ടുന്നു എന്ന് എഴുതുകയാണ്. ഇതിന് മുമ്പുള്ള കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ പാർട്ട് വീഡിയോയിലും ചെയ്തിട്ടുണ്ട് അതേപോലത്തെ ഒരു പ്രോബ്ലം. അപ്പോൾ അതെ, എത്ര ടൈംസിൻ്റെ സമ്മാണ് 175 എന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് n ടൈമുകളുടെ സമ്മ് 175 വരുമെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് ചെയ്യുകയാണ്. അപ്പം എസ് എൻ കണ്ടുപിടിച്ചിട്ട് അതിനെ 175 ഇക്വേറ്റ് ചെയ്താൽ മതി. എൻ എങ്ങനെ കാണൂടെ? എസ് എൻ ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ഡി. n/2 ഇൻറ്റു 2 ഇൻറ്റു ഫസ്റ്റ് ടൈം ആരാണത്? ഇവിടുത്തെ ഫസ്റ്റ് ടൈം 55 അല്ലേ, പ്ലസ് n-1 ഇൻറ്റു ഡി ആരാടാ? ഡിഫറൻസ് ആരാ ഇവിടുത്തെ? ഡി കാണാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ടൈമിൽ നിന്നും ഫസ്റ്റ് ടൈം കുറയ്ക്കാം. 45 നിന്നും 55 കുറച്ചാൽ എന്ത് വരും? -10 വരത്തില്ലേ? 45 55 കുറയ്ക്കുമ്പോൾ -10 ആണ്. അപ്പോൾ -10 ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ n/2 ഇൻറ്റു 22 ഇൻറ്റു 55, 55ൻ്റെ ഇരട്ടി എത്ര വരും മക്കളെ? 110 വരത്തില്ലടാ. പ്ലസ് ഈ 10 -10 ആണ് ഡിഫറൻസ്. ഇത് കുറയുന്ന സീക്വൻസ് ആണ്, ശ്രദ്ധിച്ചോണം. കുറയുന്ന സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും, കാരണം കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. 55 -10, 55നോടെ -10 ആഡ് ചെയ്യുമ്പോൾ 45, 45നോടെ -10 കൂട്ടുമ്പോൾ 35. അങ്ങനെയാണ് ടൈം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെ, -10 അകത്തേക്ക് പോയാൽ -10 ഇൻറ്റു n -10n -10 ഇൻറ്റു -1 പ്ലസ് 10 വരും. ഓക്കെ, n/2 ഇൻറ്റു ആദ്യം നമ്മൾ വേരിയബിൾ ടൈം എഴുതാണ്. -10n പ്ലസ് 110 പ്ലസ് 10 എത്ര? n/2 ഇൻറ്റു -10n 110 പ്ലസ് 10 120 അപ്പോൾ n/2 ഇൻറ്റു -10n പ്ലസ് 120 ഇതാണ് എൻ. അപ്പോൾ എൻ ഈസ് ഈക്വൽ ടു എന്ത് വരും? എൻ ഈസ് ഈക്വൽ ടു n/2 അകത്തേക്ക് കൊടുത്താൽ n/2 ഇൻറ്റു -10n പ്ലസ് n/2 ഇൻറ്റു 120. ഓക്കെ, n/2 ഇൻറ്റു -10n പ്ലസ് n/2 ഇൻറ്റു 120. ഇതേ എന്നും ഈ ഒരു n/2 2ഉം ഈ മുകളിൽ കിടക്കുന്ന 10 ക്യാൻസൽ ആയാൽ 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 5 ആണ് 10 എന്ന് പറയുന്നത്. 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 6 ആണ് 12, 0 എത്ര വരും? 16 വരും. നോക്കുക, n ഇൻറ്റു -5 ഇൻറ്റു n അതാണ് -5n പ്ലസ് n ഇൻറ്റു 60. ഓക്കെ, നോക്കിക്കോണം മക്കളെ. n ഇൻറ്റു n സ്ക്വയർ ആണ്. n² ഇൻറ്റു -5 -5n² പ്ലസ് n ഇൻറ്റു 60 60n. ഇതാണ് എൻ എന്ന് പറയുന്നത്. നമ്മുടെ എൻ കിട്ടി. എത്ര ടൈമിൻ്റെ സമ്മാണ് 175 അറിയാത്തതുകൊണ്ട് എത്രയോ ടൈമുകളുടെ സമ്മ് നമ്മൾ 170 എഴുതി. അത് എത്ര ടൈമാണ്? n ടൈംസിൻ്റെ സമ്മ് എന്ത് കിട്ടി? -5n² പ്ലസ് 60n എന്ന് കിട്ടി. അപ്പോൾ ഇതെന്തിന് ഈക്വലാ? എൻ 175 ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്, വിചാരിച്ചേക്കുന്നത്. അപ്പം ഏതാണ് എൻ?
-5 n സ്ക്വയർ പ്ലസ് 60 n = 175. ഓക്കെ, ഇതിനെ ഈക്വേറ്റ് ചെയ്തതിന് ഈക്വലാക്കി കഴിഞ്ഞൊക്കെ പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ വേരിയബിൾ x² x ഒക്കെ വരുന്ന പോലെ തന്നെ ഇവിടുത്തെ വേരിയബിൾ n ആണ്, അതാണ് ഈ n² n വന്നേക്കുന്നത്. അപ്പം സെക്കൻഡ് വേരിയബിൾ ഉണ്ട്, ഫസ്റ്റ് വേരിയബിൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മക്കളെ, ഇപ്പോൾ ഇവിടെ n² കൂടെ വന്നേക്കുന്ന നമ്പർ -5 ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ x² + 4x + 4 എന്ന് വരുന്നു. നമ്മളതിനെ x² + 4x + 4 മാറ്റി 2² എന്ന് എഴുതി x²ൻ്റെ റൂട്ടായ എക്സും 2² റൂട്ട് എടുക്കുമ്പം 2ഉം കൂടെ എടുത്ത് x + 2² എന്ന് എഴുതുന്നത്. അപ്പോൾ ഇവിടെ അതേപോലെ n² കൂടെ 5 ഉള്ളതുകൊണ്ട് അതിൻ്റെയും കൂടെ റൂട്ട് എടുക്കേണ്ടി വരും. 5ഉം കൂടെ റൂട്ട് എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് ഈ 5 അവിടെ നിന്ന് കളഞ്ഞാൽ ഈ n² എന്നുള്ള ടൈം മാത്രമാക്കിയാൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ 5 മാറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് ഈ 5 മാറ്റണമെങ്കിൽ ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ ഇത് പോകത്തുള്ളൂ. ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം ഒരു ഇക്വേഷനിൽ ഒരു സൈഡിൽ മാത്രം അല്ലെങ്കിൽ ഒരു ടൈമിന് മാത്രമായിട്ട് ഒരു 5 കൊടുക്കാൻ പറ്റത്തില്ല. ഒരു ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരുത്തുമ്പം ആ ഇക്വേഷൻ മൊത്തത്തിൽ ആ ചേഞ്ച് നമ്മൾ വരുത്തണം. അപ്പോൾ ഇവിടെ ഈ 5 മാറാൻ വേണ്ടി ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ബൈ 5 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് മൊത്തം ഇക്വേഷനെ ഫുള്ള്. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. -5 n² / 5 + 60 n / 5 = 175 / 5. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 5 കട്ടായി, മൈനസ് ഉണ്ട്, -n². 5ഉം 60ഉം കൂടെ കട്ടാവും. 5 × 1 5, 5 × 1 5, ഒരു 1 ഉണ്ട്, 10 ആയി. 5 × 2 12n എന്ന് വരും, +12n 60/5 12 = 175 / 5. കട്ട് ചെയ്യുമ്പം 5 × 1 5, 5 × 17 ഉണ്ടോ ഇല്ലല്ലോ? 5 × 3 15 അല്ലേ? നമ്മൾ 15 എടുത്തിട്ടുള്ള അവിടുന്ന് 17 ആണ് കട്ട് ചെയ്തത്. ബാക്കി എത്ര ഉണ്ട്? 2 ഇല്ലേ? 5 × 5 25. 175 175/5 ആൻസറാണ് 35. അപ്പോൾ കിട്ടിയിരിക്കുന്നത് -n² + 12n = 35. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്, ഇവിടെ ഇപ്പം n² കൂടെ വന്നേക്കുന്ന ടേം, n² കൂടെ വന്നേക്കുന്ന ആൾ ശ്രദ്ധിച്ചോണം. n² കൂടെ ഉള്ളത് നെഗറ്റീവാണ്. സെക്കൻഡ് വേരിയബിളിലൂടെ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആക്കുന്ന ഒരു ഐഡിയ പറഞ്ഞു തന്നായിരുന്നു. ഒന്നില്ലെങ്കിൽ ഈ സെക്കൻഡ് വേരിയബിളിനെ അപ്പുറത്ത് കൊണ്ടുപോകണം. ബാക്കിയുള്ളത് ഫസ്റ്റ് വേരിയബിൾ നമ്മൾ നോക്കേണ്ടായിരുന്നു. സെക്കൻഡ് വേരിയബിൾ ഇപ്പം a² + 2ab + b² ഫോം, അതിനാണ് a + b² എന്ന് എഴുതുന്നത്. a² - 2ab + b² വന്നാൽ a - b² എന്ന് എഴുതും. അപ്പം അവിടെ എപ്പോഴും ഫസ്റ്റ് വേരിയബിൾ അല്ലെങ്കിൽ സെക്കൻഡ് വേരിയബിൾ നമ്മുടെ എന്തായിരിക്കണം? പോസിറ്റീവ് ആക്കി നിർത്തി തന്നെ പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ n² നമുക്ക് പോസിറ്റീവ് ആക്കണം, അതാണ് സെക്കൻഡ് വേരിയബിൾ. അല്ലെ സെക്കൻഡ് ഡിഗ്രി ആയിട്ടുള്ള ആളിനെ പോസിറ്റീവ് ആക്കണം. എങ്ങനെയാണ് പോസിറ്റീവ് ആക്കുന്നത്? ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈയിങ് വിത്ത് നെഗറ്റീവ് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ഫുള്ള് കൊടുക്കുക. ഇവിടെ മൈനസ് വരുമ്പം ഇതെങ്ങനെയാണ് ഇക്വേഷൻ? -n² + 12n = 35 എന്നല്ലേ? അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നെഗറ്റീവ് കൊണ്ട് ഇൻഡ് ചെയ്യുമ്പം, നെഗറ്റീവ് കൊണ്ട് ഇൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലായിടത്തും ഒരേ നെഗറ്റീവ് വരും. ഇപ്പോൾ ഇവിടെ 5 മൊത്തത്തിൽ കൊടുത്തില്ലേ, അതേപോലെ എല്ലായിടത്തും നെഗറ്റീവ് × നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആവും n². ഇവിടെ നെഗറ്റീവ് വരുമ്പം നെഗറ്റീവിൻ്റെ പോസിറ്റീവ് നെഗറ്റീവാണ് -12n = ഇത് പോസിറ്റീവാണ് 35. ഒരു സൈനും ഇല്ലെങ്കിൽ അതെന്താണ്? പോസിറ്റീവ് സൈനാണ്. അപ്പം നെഗറ്റീവും ഇവിടെ ഉള്ള ആ ഒരു നമ്പർ പോസിറ്റീവും കൂടെ ആകുമ്പോൾ നെഗറ്റീവ് ആവും, -35. മക്കളെ ഒരു സെക്കൻഡ് ഡിഗ്രി ഉണ്ട്, ഫസ്റ്റ് ഉണ്ട്. ഒരു വേരിയബിളിൻ്റെ സെക്കൻഡ് പവർ ഉണ്ട്, ഫസ്റ്റ് പവർ ഉണ്ട്. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണമെങ്കിൽ ഒരു നമ്പറൂടെ വേണം ഇവിടെ ആ ഒരു ഫോമിലേക്ക് മാറ്റാൻ. നമ്പർ വരുത്തുന്ന ഓർമ്മ വേണ്ട. ഫസ്റ്റ് വേരിയബിളിൻ്റെ കൂടെ നിൽക്കുന്ന ആളിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക, ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഫസ്റ്റ് വേരിയബിൾ n ആണ്. എന്നിൻ്റെ കൂടെ നിൽക്കുന്ന 12ൻ്റെ പകുതി എടുക്കുക, n² - 12n അത് എഴുതുക. അതങ്ങ് എഴുതിക്കുള്ളൂ ധൈര്യമായിട്ട്. ശേഷം ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾ 12ൻ്റെ പകുതി 6 ആണ്. 6ൻ്റെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും +6² ഇപ്പുറത്ത് -35 +6² അപ്പുറത്തും ആഡ് ചെയ്യുന്നു. ഓക്കെ,
ഇതിനെ എങ്ങനെയാണ് ചെറുതാക്കുന്നത്? n സ്ക്വയർ മൈനസ് 12n പ്ലസ് 6 സ്ക്വയർ. n സ്ക്വയറിൽ നിന്നും അതിൻ്റെ റൂട്ട് എടുക്കുമ്പം n ആകും. 6 സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 6 ആവും. സെക്കൻഡ് വേരിയബിളിൻ്റെയും ഫസ്റ്റ് വേരിയബിളിൻ്റെ ഇടയിലുള്ള സൈൻ മൈനസ് ആണ്. n മൈനസ് 6 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 35 പ്ലസ് 36 6ൻ്റെ സ്ക്വയർ. n മൈനസ് 6 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര മക്കളെ? മൈനസ് 35ഉം 36ഉം ഒരു മൈനസും പ്ലസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ എന്ത് വരും? 36 35 പോയാൽ 1 പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ n മൈനസ് 6 ഈസ് ഈക്വൽ ടു സ്ക്വയർ അപ്പുറം പോയാൽ റൂട്ട് ആവും, √1. n മൈനസ് 6 ഈസ് ഈക്വൽ ടു √1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സ്ക്വയർ ആ 1. -1ൻ്റെ സ്ക്വയറും 1 ആണ്, +1ൻ്റെ സ്ക്വയറും 1 ആണ്. രണ്ട് ആൻസർ ഉണ്ട്, +1 or -1. ഓക്കെ, +1 or -1 ആണ്. ഇപ്പോൾ രണ്ട് ഉത്തരങ്ങൾ വരും. ഒന്ന് n മൈനസ് 6 1 വരുന്നത്, മറ്റൊരു ഉത്തരം n മൈനസ് 6 -1 വരുന്നത്. ഇവിടെ n ഈസ് ഈക്വൽ ടു 1, -6 അപ്പുറത്ത് വന്നാൽ +6, n ഈസ് ഈക്വൽ ടു 7. ഓക്കെ, അടുത്ത n ഈസ് ഈക്വൽ ടു -1, -6 അപ്പുറത്ത് വന്നാൽ +6, n ഈസ് ഈക്വൽ ടു -1 + 6 വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം. 6ൽ നിന്ന് 1 പോയാൽ 5, എന്തഞ്ചാ? +5 ആണ്. എന്നിൻ്റെ വില 7 കിട്ടി, 5 കിട്ടി. ഇവിടെ എന്ന് വെച്ചാൽ ഈ സീക്വൻസിലെ എത്ര പേരുടെ സമ്മാണ്? 175. ഈ സീക്വൻസിലെ 7 പേരുടെ സമ്മം 175 ആണ്, 5 പേരുടെ സമ്മം 175 ആണ്. എന്ന് വെച്ചാൽ ഈ സീക്വൻസിൽ ആദ്യത്തെ 5 പേരെ കൂട്ടുമ്പം 175 കിട്ടും. അതേ സീക്വൻസിൽ ആദ്യത്തെ 7 പേരെ കൂട്ടുമ്പം 175 കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, സാറ് ഒരു സീക്വൻസിലെ 5 പേരെ കൂട്ടിയപ്പോൾ 175 കിട്ടിയെങ്കിൽ അതേ സീക്വൻസിലെ 7 പേരെയും കൂട്ടിയാൽ 175 കിട്ടുമോ? ഒരു സമ്മ് തന്നെ 175 എന്ന് പറയുന്ന ആ ഒരു സമ്മ് 2 വട്ടം എങ്ങനെയാണ് വരുന്നത്? അതാണ് കുറയുന്ന സീക്വൻസിൻ്റെ. കൂടുന്ന സീക്വൻസിൽ ഇങ്ങനെ വരത്തില്ല, കുറയുന്ന സീക്വൻസിൽ ഇങ്ങനെ വരും. സാറ് ഒന്ന് തുടച്ചിട്ട് കറക്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ ഒന്ന് എഴുതാം. 55 45 35 55 45 അടുത്ത ടൈം ഏതാണ്? 25 അല്ലേ? അത് കഴിയുമ്പോൾ 15 അല്ലേ വരുന്നത്? അത് കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ 5 അല്ലേ വരുന്നത്? അത് കഴിഞ്ഞാൽ അടുത്തത് -5 ആണ്. ഇതേ ഇവരാണ് നമ്മുടെ സീക്വൻസിലെ 7 ടൈമുകൾ. നിങ്ങൾ അതിൽ 5 പേരെ ഒന്ന് കൂട്ടുക. 1 2 3 4 5. നിങ്ങൾ ഈ 5 പേരെ കൂട്ടുമ്പോൾ മക്കളെ നിങ്ങൾക്ക് കിട്ടുന്നത് 175 ആണ്. നിങ്ങൾ ഈ 5 പേരെ കൂട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 175 ആണ്. അപ്പം ആദ്യത്തെ 5 പേരെ കൂട്ടുമ്പോൾ 175 കിട്ടി. പക്ഷേ ഒരു കേസ് കൂടെ പറയുന്നുണ്ട്, 7 പേരെ കൂട്ടിയാലും 175 കിട്ടുമെന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങൾ ഈ 5 പേരെ സാർ ഈ ബോക്സിലിട്ട് വെച്ചേക്കുന്ന 55 45 35 25 15 ഇവർ ഇത്രയും പേരെ കൂട്ടുമ്പോൾ 175 കിട്ടത്തില്ലേ? നിങ്ങൾ ആ 175ൻ്റെ കൂടെ ആറാമത്തെ ടൈമായിട്ടുള്ള 5 കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. അടുത്ത ടൈം 180ൻ്റെ കൂടെ ഇത്രയും കൂട്ടി ആറാമത്തെ ടൈം വരുമ്പോൾ 180 നിങ്ങൾ അതിൻ്റെ കൂടെ മക്കൾ ഈ -5 കൂടെ കൂട്ടിയാൽ +-5 എന്ന് പറഞ്ഞാൽ 180 -5 അല്ലേ? അതാരാ? 175 അല്ലേടാ അത്. എന്ന് വെച്ചാൽ കുറയുന്ന സീക്വൻസിൽ നെഗറ്റീവ് വരുന്നതുകൊണ്ട് കുറേ ടേമുകൾ കൂട്ടി വരുമ്പം പിന്നെ അടുത്ത നെഗറ്റീവ് ടേം എടുത്ത് കൂട്ടുമ്പം ആ ഒരു സീക്വൻസിൽ എന്ത് വരും? ഒരു കുറവ് വരും. അതാണ് കുറയുന്ന സീക്വൻസിൽ ഒരു സമ്മ് 2 വട്ടമൊക്കെ വരും. അതാണ് പ്രത്യേകത. അത് ശ്രദ്ധിച്ച് വെച്ചോണം. കുറയുന്ന സീക്വൻസിൽ ഒരു സമ്മ് 2 വട്ടം വരും. കൂടുന്ന സീക്വൻസിൽ ഇങ്ങനെ നടക്കത്തേ ഇല്ല. കൂടുന്ന സീക്വൻസുകളിൽ ഇപ്പം 10 ടൈമിൻ്റെ സമ്മായിട്ട് 100 വന്നാൽ പിന്നെ ആ 100 റിപ്പീറ്റ് ചെയ്യത്തില്ല. അതാണ് കൂടുന്ന സീക്വൻസിൻ്റെ പ്രത്യേകത. ഓക്കെ, കുറയുന്ന സീക്വൻസിൽ ഇങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ചോണം. ആദ്യത്തെ 5 പേരെ കൂട്ടുമ്പോൾ 175. പിന്നെ അതെ ഇവർ രണ്ടും അല്ലേ ഇങ്ങനെ നോക്കിയത് 5 - 5 5 - 5 0 അല്ലേ? അപ്പോൾ 175ഉം പിന്നെ ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 ആയി പോവല്ലേ? അല്ലെങ്കിൽ 5 വരെ കൂട്ടുമ്പോൾ 175, ആറാമത്തെ ആളായ 5നെയും കൂടെ കൂട്ടിയാൽ 180. പിന്നെ ഏഴാമത്തെ ആളായ -5നെ കൂട്ടുമ്പം പ്ലസും മൈനസും മൈനസാണ് 180 - 5, പിന്നെ അത് 175 വരികയാണ് ആ സമ്മ്. ഓക്കെ, അപ്പം ഒന്ന് ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദ്യമാണ്, രണ്ടാമത്തെ പാർട്ട് ചോദ്യമാണ്. ഇത് നോക്കണം, ഇതേ സീക്വൻസ് തന്നെ 55 45 35 അതിലെ എത്ര ടൈം കൂട്ടുമ്പം 175 കിട്ടുമെന്നായിരുന്നു ചോദ്യം. അടുത്തൊരു ചോദ്യമാണ്, ഹൗ മെനി ടൈംസ് ഓഫ് ദിസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 180 ആസ് എ സമ്മ്. 175 മാറ്റി അവർ 180 എത്ര ടൈം കൂട്ടുമ്പോഴാണ് 180 കിട്ടുന്നത്. ഓക്കെ, നമ്മൾ എഴുതി കാണിച്ചപ്പോഴത്തേക്കും 6 ടൈമുകൾ 5 ടൈമുകൾ 5 അല്ല 6 7 ടൈം നമ്മൾ എഴുതിയായിരുന്നു. 7 പേരുടെ സമ്മ് 175 തന്നെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 7 പേരെ എഴുതി കാണിച്ചില്ലേ കഴിഞ്ഞ റോളോത്തി.
അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ 6 പേരെ കൂട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം 6 പേരെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയായിരുന്നു 180. 6 പേരെ കൂട്ടുമ്പോഴാണ് 180. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോണം. എന്നാലും നമ്മൾ ചെയ്യണം കറക്റ്റായ ഒരു പ്രോബ്ലം. നമ്മളത് ഫസ്റ്റ് പാർട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്കിതിൻ്റെ ഐഡിയ കിട്ടുന്നത്. പക്ഷേ എക്സാമിൽ വരുമ്പോൾ നമ്മൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇതേ നോക്കണം. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ 2 പാർട്ടായിട്ട് തന്നാൽ ഇവിടെ ഇപ്പം ഫസ്റ്റ് പാർട്ടിൽ കിട്ടിയ അതേ SN തന്നെ ഇവിടെയും കിട്ടത്തുള്ളൂ. കാരണം n വേറെ സം, എത്ര വേറെ സമ്മാണ് 180 എന്ന് അറിയാത്തതുകൊണ്ട് n ടേംസിൻ്റെ സമ്മ് നമ്മൾ 180 എടുക്കുന്നു. n ടേമുകളുടെ സമ്മ് 180 എടുക്കുന്നു. അപ്പം n ടേം SN കാണുന്ന എങ്ങനെ n/2 × 2f + n - 1 × d. ഇതേ സീക്വൻസ് വെച്ച് തന്നെ ചെയ്യുന്നതുകൊണ്ട് 2f + n - 1 × d. അവിടുത്തെ f 55 കഴിഞ്ഞ ഫസ്റ്റ് പാർട്ടി ചെയ്ത പോലെ അവിടുത്തെ d -10. അപ്പോൾ നമ്മൾ ഇനി കണ്ടുപിടിച്ചാൽ SN ഇത് തന്നെ കിട്ടത്തുള്ളൂ, ഇങ്ങനെ തന്നെ കിട്ടത്തുള്ളൂ. നേരത്തെ ഫസ്റ്റ് പാർട്ടിൽ SN കണ്ടുപിടിച്ച് എങ്ങനെയാണോ അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ഇവിടെ. അവിടെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് വെറുതെ വീഡിയോ ലെങ്ത് ആക്കാത്തത്. അത് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് -5n² + 60n. അവിടെ SN 180 അല്ലേ? SN എന്ന് പറഞ്ഞാൽ ആരാ? -5n² + 60n = 180. നേരത്തെ 175 വന്നെടുത്ത് 180. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു n² കൂടെ സെക്കൻഡ് വേരിയബിളിൻ്റെ കൂടെ നമ്പർ 5 വന്നേക്കുന്നു. അതെന്താണ്? റൂട്ട് എടുത്തല്ലേ സ്പ്ലിറ്റ്, അതിനെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെറുതാക്കാൻ പറ്റത്തില്ല. a+b² ഫോമിലോട്ട് മാറ്റുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഈ 5 ഇവിടുന്ന് മാറ്റാൻ വേണ്ടി 5 കൊണ്ട് മൊത്തവും ഡിവൈഡിങ് ബൈ 5, 5 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 5 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതേ -5n² / 5 + 60n/5 = 180/5. ഈ സൈഡ് നേരത്തെ കിട്ടിയ പോലെ തന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ 5 5 കട്ടായി കഴിഞ്ഞാൽ -n². 60/5, 60നെ 5 ഭാഗിക്കുമ്പോൾ എത്ര വരും? 12n = 180/5. 5 × 1 5. 5ൻ്റെ ടേബിൾ 18 ഉണ്ടോ? 18 ഉണ്ടോ? ഇല്ല. 5 × 3 15 ആണ്. 15 ആണ് കട്ട് ചെയ്തേക്കുന്നത്. അവിടെ 18 ഉണ്ടായിരുന്നു, ബാക്കി പോയിട്ട് 3 ഉണ്ട്. 5 × 6 ആണ് 30. അപ്പോൾ ആൻസർ 30. -n² + 12n = 30. അവിടെ ഇവിടെ നെഗറ്റീവ് വന്നിട്ടുണ്ട്. സെക്കൻഡ് വേരിയബിളിൻ്റെ കൂടെ നെഗറ്റീവ് മാറ്റാൻ എന്ത് ചെയ്യും? അപ്പുറത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ സ്റ്റെപ്പ് കൂടും. അപ്പുറത്ത് കൊണ്ടുപോയി പിന്നെ ഇപ്പുറത്ത് വരുത്തി അങ്ങനെയൊക്കെ എഴുതുന്നതിനെക്കാട്ടി നല്ലത് ഇതിനെ ഈ n² മൈനസ് അല്ല ഈക്വലിൻ്റെ അപ്പുറം പോയാൽ പോസിറ്റീവ് ആവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഇതൊന്ന് പുതിയൊരു ഐഡിയ ആണ്. +1 നമ്മൾ 9ലൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ഐഡിയ ആലോചിക്കുക. മൾട്ടിപ്ലൈയിങ് വിത്ത് നെഗറ്റീവ്, ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഈ നെഗറ്റീവ് ഇവിടെ വരുമ്പോൾ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവാണ് n². നെഗറ്റീവ് ഇവിടെ ചെല്ലുമ്പം -12n = മൈനസ് വരുമ്പം എന്താ? ഓൾറെഡി ഇപ്പോൾ പ്ലസ് ആയിരുന്നു, -30 ആവും. n² - 12n = -30. ഓക്കെ, എങ്ങനെയാണ് ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇത് നോക്കിക്കോണം. -30 അല്ല, അതെ സോറി 36 ആണ്. കട്ട് ചെയ്തപ്പോൾ 36 അല്ലേ കിട്ടിയത്? 36 കേട്ടോ. n² - 12n = -36. ഇവിടെ n² ആയി 12n ആയി -12n. ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ നടക്കണമെങ്കിൽ ഒരു ടേം കൂടെ വേണം, ഒരു കോൺസ്റ്റൻറ്റ് ടേം കൂടെ കിട്ടണം, ഒരു നമ്പർ ടേം കൂടെ കിട്ടണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് വേരിയബിളിൻ്റെ കൂടെ നിൽക്കുന്ന ആളിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ലെഫ്റ്റിലും ആഡ് ചെയ്യുക, റൈറ്റിലും ആഡ് ചെയ്യുക. എന്നിൻ്റെ കൂടെ ഫസ്റ്റ് വേരിയബിൾ n ആണ്, എന്നിൻ്റെ കൂടെ 12 ആണ്. 12ൻ്റെ പകുതി 6 ആണ്. 6ൻ്റെ സ്ക്വയർ ലെഫ്റ്റിൽ ആഡ് ചെയ്യുന്നു. അടുത്ത എപ്പോഴത്താ? -36 + 6ൻ്റെ സ്ക്വയർ റൈറ്റിലും ആഡ് ചെയ്യുന്നു. ഇതേ ചെറുതാക്കുന്ന എങ്ങനെ? n² n, 6² 6 n, സോറി പ്ലസ് അല്ല, ഇവിടുന്ന് എന്താണ്? മൈനസ് ആണ്. ഇതേ സെക്കൻഡ് വേരിയബിളിൻ്റെയും ഫസ്റ്റ് വേരിയബിളിൻ്റെ അടക്കമുള്ള സൈൻ മൈനസ് ആണ്. n - 6 ² = -36 + 6² 36. -36 + 36 എന്തായിപ്പോയി? കട്ടായിപ്പോയി. കട്ടാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു മൈനസ് ഒരു പ്ലസ് വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ തന്നെ. 36 നിന്ന് 36 പോയാൽ 0. 0യ്ക്ക് പ്രത്യേകിച്ച് സൈൻ ഉണ്ടോ? ഇല്ല. n - 6 ² = 0. ഓക്കെ, n - 6 = സ്ക്വയർ ഇപ്പോഴത്തെ √0. n - 6 ± 0 എന്ന് കൊടുക്കുക. ഇല്ല, 0യ്ക്ക് സൈൻ ഇല്ല. അങ്ങനെ 0 പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല. n - 6 = 0. രണ്ട് ആൻസർ ഇല്ല. n = 0 ഇവിടെ ഉണ്ട്. -6 അപ്പുറത്ത് പോകുമ്പോൾ 0 + 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ് ആൻസർ. അപ്പോൾ എത്ര ടൈമിൻ്റെ സമ്മാണ്? 6 പേരെ. ഈ സീക്വൻസിൽ 6 പേരെ കൂട്ടി നമ്മൾ നേരത്തെ എഴുതി കാണിച്ചത്. ഇപ്പോൾ 55
45, 35, 25, 15, 5, 6 പേരാ. ഇവർ ഇത്രയും പേരെ കൂട്ടുമ്പോഴാണ് 175. ഇതേ ഇയാളും കൂടെ അതിൻ്റെ അകത്ത് ആറാമത്തെ ആളോടെ കയറുമ്പം എന്ത് വരും? 175 കൂടെ 5 കൂടെ ആകുമ്പോൾ 50 ആവും. പിന്നാണ് നമ്മൾ ഏഴാമത്തെ ടൈം -5 അല്ലേ, അതാ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നത്. ഇതേ ആദ്യത്തെ 5 പേരെ കൂട്ടുമ്പോൾ 175, 6 പേരെ കൂട്ടിയാൽ 180, ഏഴാമത്തെ ആളിനെയും കൂടെ കൂട്ടാൻ നിന്നാൽ 5 പേരുടെ സമ്മ്. ഈ സീക്വൻസിൻ്റെ പ്രത്യേകതയാണ് S5 എന്ന് വെച്ചാൽ ആദ്യത്തെ 5 പേരുടെ സമ്മ് 175. 6 പേരുടെ സമ്മ് എത്ര? ഇതൂടെ കൂടുമ്പോൾ ആറാമത്തെ ആളല്ലേ ഈ 5, 5 കൂടെ കൂടുമ്പം എന്ത് വരും? 180 ആവും. പക്ഷേ 7 പേരുടെ സമ്മ ഇതേ ഇവനൂടെ കയറുമ്പം 180ൻ്റെ കൂടെ ആരുടെ കയറും? 180 -5 കൂടെ എന്ന് വെച്ചാൽ 180 - 5 അതെന്ത് വരും? 175. എന്ന് വെച്ചാൽ ഈ 175 എന്നുള്ള സമ്മ് 2 വട്ടം വരുന്നുണ്ട്, എന്നാൽ 180 എന്ന് പറഞ്ഞ സമ്മ് ഒരു വട്ടമേ ഉള്ളൂ. ഓക്കെ, കുറയുന്ന സീക്വൻസിൽ ചില സമ്മുകൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്ര പേരുടെ സമ്മാണ്? 180, 6 പേരുടെ. ഓക്കെ, ഇനി ഒരു ചോദ്യങ്ങളുണ്ട്, തേർഡ് പാർട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പാർട്ട് ചോദ്യം, മൂന്നാമത്തെ പാർട്ട്. ഹൗ മെനി ടൈംസ് ഓഫ് ദിസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 0 ആസ് ദ സം? എടാ എത്ര ടൈമുകൾ ആഡ് ചെയ്യുമ്പോഴാണ് 0 എന്ന് സമ്മ് കിട്ടുന്നത്? ഒന്നാമത്തെ ചോദ്യം എത്ര ടൈമുകൾ ആഡ് ചെയ്യുമ്പോൾ 175 കിട്ടുന്നു എന്ന് ചോദിച്ച് അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ച്. അടുത്ത രണ്ടാമത്തെ ചോദ്യം എത്ര ടൈമുകൾ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുമെന്ന് ചോദിച്ച് അതും കണ്ടുപിടിച്ച്. ഇനി എത്ര ടൈമുകൾ ആഡ് ചെയ്യുമ്പോൾ 0 എന്ന് ഉത്തരം കിട്ടും? 0 എന്ന് കിട്ടണമെങ്കിൽ എത്ര ടൈമുകൾ ആഡ് ചെയ്യണം? അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? n ടൈമുകൾ ആഡ് ചെയ്യുമ്പം 0 കിട്ടുന്നു എന്ന് വിചാരിക്കണം. n ടൈമുകൾ ആഡ് ചെയ്യുമ്പം 0 കിട്ടുന്നു. നമ്മൾ SN, നമ്മുടെ ആ ഒരു SN കാണാൻ പോകുമ്പോൾ കഴിഞ്ഞ 2 പ്രോബ്ലത്തിലെ പോലെ തന്നെയാണ് ആൻസർ കിട്ടുന്നത്. ചെയ്താലും ഈ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. കാരണം നമ്മുടെ സീക്വൻസ് ഏതാണ്? 55, 45, 35 അല്ലേ? സീക്വൻസ് മാറുന്നില്ലല്ലോ. അതിൽ എത്ര ടൈമുകൾ കൂട്ടുമ്പം 175 കിട്ടുന്നു, എത്ര പേരെ കൂട്ടുമ്പോൾ 180 കിട്ടുന്നു, എത്ര പേരെ കൂട്ടുമ്പോൾ 0 കിട്ടുന്നു. ആ ഒരു എത്ര പേരെ കൂട്ടുമ്പം കിട്ടുന്ന ആൻസറുകൾ ചോദിക്കുന്നതല്ലാതെ ആ സീക്വൻസ് അവർ മാറ്റുന്നില്ല. അതേ സീക്വൻസ് തന്നെയാണ്. അതിൻ്റെ SN കാണുമ്പം നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ടപ്പോൾ SNൻ്റെ ആൻസറായിട്ട് കിട്ടിയ -5n² + 60n 60n ആണ് രണ്ടാമത്തെ പാർട്ടിലും തേർഡ് പാർട്ടിലും ചെയ്താലും ഒക്കെ കിട്ടുന്നത്. അതാണ് അത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് അത് എടുത്ത് എഴുതിയേക്കുന്നത്. അപ്പം എത്രയോ ടൈമിൻ്റെ സമ്മ് 0ആണ്. എത്ര ടൈമിൻ്റെയാണ്? n ടൈമുകളുടെ സമ്മ് 0ആണ്. SN കണ്ടുപിടിച്ചു. -5n² + 60n = 0. എടാ ഇവിടെ 5 മാറാൻ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ, ഡിവൈഡിങ് ബൈ 5. 5 കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്താൽ -5n² / 5 + 60n/5 = 0/5. എടാ 5ഉം 5ഉം കട്ടായി -n². 60/5ൻ്റെ ആൻസർ 12n = 0/5ൻ്റെ ആൻസർ 0. ഇവിടെ ശ്രദ്ധിക്കുക, അതെ ഇവിടെ നെഗറ്റീവ് മാറാൻ ചെയ്ത സ്റ്റെപ്പ് ഓർമ്മയില്ലേ? മൾട്ടിപ്ലൈയിങ് വിത്ത് നെഗറ്റീവ്. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ മാറും? മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്താവും? ഇത് പ്ലസ്സായി മാറും. n². ഇത് മൈനസ് ആവും 12n. മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം മൈനസ് എല്ലാം പ്ലസ് ആവും, പ്ലസ് എല്ലാം മൈനസ് ആവും. മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ കിടക്കുന്ന സൈൻ, അവിടെ നിലവിൽ കിടക്കുന്ന സൈൻ മാറുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. നെഗറ്റീവ് പോസിറ്റീവായി, പോസിറ്റീവ് നെഗറ്റീവ് ആവും = 0. 0ക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് സൈൻ ഇല്ലടാ, അപ്പം 0 എന്ന് തന്നെ ഇട്ടിരുന്നാൽ മതി. ഇനി ഇവിടെ സ്ക്വയർ കംപ്ലീഷൻ ആകണമെങ്കിൽ n² സെക്കൻഡ് ഡിഗ്രി ഉണ്ട്, ഫസ്റ്റ് ഡിഗ്രി ഉണ്ട്. നമ്മുടെ നമ്പർ ടൈം ഇല്ല. എങ്ങനെ നമ്പർ വരുത്തുന്നത്? n² - 12n. എന്നിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പറിൻ്റെ പകുതി എടുക്കുക, അതിൻ്റെ സ്ക്വയർ എടുക്കുക. പകുതി ആരാണ്? എന്നിൻ്റെ കൂടെയുള്ള നമ്പർ ആരാ? 12 ആണ്. 12ൻ്റെ പകുതി 6 ആണ്. 6ൻ്റെ സ്ക്വയർ ലെഫ്റ്റിലും ആഡ് ചെയ്യുന്നു, 0+ റൈറ്റിലും ആഡ് ചെയ്തു പ്ലസ് കേട്ടോ. ഇതിനെങ്ങനെ ചെറുതാക്കുന്നത്? n² n, 6² 6. ഇവിടുത്തെ സൈൻ മൈനസ് ആണ്. സെക്കൻഡ് വേരിയബിളിൻ്റെ ഫസ്റ്റ് വേരിയബിളിൻ്റെ ഇടയ്ക്കുള്ള സൈൻ മൈനസ് ആയതുകൊണ്ട് -n - 6² ഇവിടെ പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് കൊടുത്തേനെ. ഈക്വൽ എന്താണ്? 6² 0 + 6². 6² 36 അല്ലേ? n - 6 = സ്ക്വയർ അപ്പുറം പോയാൽ √36. n - 6 = 36. ഏതൊക്കെയാ? +6ഉം -6ഉം ആണ് ആൻസർ. √36 എന്ന് പറഞ്ഞാൽ +6 അല്ലെങ്കിൽ -6. അപ്പോൾ 2 ആൻസർ ഉണ്ട്. ഒന്ന് n - 6 = +6 ഓർ n - 6 = -6. നമ്മൾ ശ്രദ്ധിച്ചോണം, n = അവിടെ 6 ഉണ്ട്, ഈ -6 അപ്പുറത്ത് വരുമ്പോൾ +6 ആണ്. n = 12. അടുത്ത n = -6, ഈ 6 അപ്പുറത്ത് പോയാൽ +6, -6ഉം +6 കൂടെ കട്ടായി ആൻസർ n = 0. കാരണം 6 - 6 0 ആണ്.
അപ്പോൾ എത്ര 12 പേരുടെ സമ്മ് എത്രയാണ്? 12 പേരെ കൂട്ടുമ്പോൾ 0 കിട്ടും. ഈ സീക്വൻസിൽ 55, 45, 35, 25, 15 അങ്ങനെ എഴുതി പോയി 12 പേരെ എഴുതണം. അത്രയും പേര് എഴുതി. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത്രയും നമുക്ക് വലിയ കുറേ ടൈമുകളൊക്കെ ആകുമ്പോൾ നമുക്ക് എഴുതി കൂട്ടാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഈ സെക്കൻഡ് ഡിഗ്രി ഐഡിയ ഉപയോഗിച്ച് സോൾവ് ചെയ്തൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പം 12 പേരെ കൂട്ടിയാൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 12 പേരെ എഴുതി എന്ത് ചെയ്ത് നോക്കിയാൽ മതി, കൂട്ടി നോക്കിയാൽ മതി. 12 പേരെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഉത്തരം 0 കിട്ടും സീക്വൻസിൽ. കാരണം ഒരു ഏഴാമത്തെ ടേം തൊട്ട് അങ്ങോട്ട് നമ്മൾ എഴുതിയപ്പോൾ കണ്ടതാണ്. 6ാമത്തെ ടേം വരെയാണ് പോസിറ്റീവ് ടേംസ് വരുന്നത്. 7ാമത്തെ ടേം -5 അങ്ങനെ വരുമ്പോൾ ഒരേ മൈനസ് ടേമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറേ പോസിറ്റീവും കുറേ നെഗറ്റീവും ആകുമ്പോൾ അതെന്തായി പോകും? 0 ആയി പോകും കൂട്ടുമ്പോഴത്തേക്കും. കുറേ പോസിറ്റീവിനെയും നെഗറ്റീവിനെയും കൂടെ കൂട്ടുമ്പോൾ ആൻസർ 0 വരും. 12 ടേമുകൾ എടുത്ത് വെച്ച് കൂട്ടിയാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? 55, 45, 35, 25 അങ്ങനെ 12 ഒന്നാമത്തെ ടേം മുതൽ 12 വരെ എഴുതിയിട്ട് അതിനെ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. എത്ര കിട്ടും? 0 എന്ന് കിട്ടും. സമ്മ് 0 എന്ന് കിട്ടും. ഇനി 12 പേരെ കൂട്ടിയാലും 0 കിട്ടും. 0 ടേമിനെ കൂട്ടിയാലും 0 കിട്ടും. 0 ടേം എന്ന് പറഞ്ഞാൽ ടേമുകളൊന്നും ഇല്ല. ഓക്കെ, മെയിനായിട്ട് നോക്കേണ്ട 12 ടേമിനെ കൂട്ടിയാൽ 0 കിട്ടും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനോടായപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ വീഡിയോസ് എല്ലാം കണ്ട് വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്ന മക്കളുണ്ട്. അവർ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് അത്യാവശ്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒന്ന് കൂട്ടി വ്യൂ ഒക്കെ ഒന്ന് കൂട്ടി തരിക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഏതെങ്കിലും ചാപ്റ്ററുകളൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ആ ചാപ്റ്ററുകൾ പറയുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.